നമുക്ക് കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ മലയാള സിനിമയുടെ വിജയം കണക്കാക്കുന്നത് എത്ര ദിവസവും ഓടി എന്നുള്ള കണക്കായിരുന്നു അല്ലേ. 100 ദിവസം ഓടി, 25 ദിവസം, 50 ദിവസം, അത് എത്ര തിയേറ്റർ ഓടി എന്നൊക്കെയായിരുന്നു എല്ലാവരും കണക്കാക്കിക്കൊണ്ടിരുന്നത്. അതിന് ആ സമയത്തായിരുന്നു നമ്മുടെ ചിത്രം 365 ദിവസം ഓടി ചരിത്രം സൃഷ്ടിക്കുന്നത്. അതിനുശേഷം അതൊരു പുതുമയില്ലാതായി മാറി. പിന്നാണ് കോടികളുടെ കഥ പറയുന്നത്. കോടികളുടെ കഥ പറഞ്ഞപ്പോഴും അതേ ആ പഴയ ലാലേട്ടൻ തന്നെയാണ് ഈ കോടികളുടെ കഥ പറയുമ്പോഴും അവിടെയും മുമ്പന്തി. അന്ന് 365 ദിവസം ഓടിയ ചിത്രവും പിന്നെ അതിനുശേഷം വന്ന കിലുക്കവും മണിച്ചിത്രത്താഴും തേന്മാവിൻ കൊമ്പത്തും എന്ന് വേണ്ട നിരവധി ചിത്രങ്ങൾ വമ്പൻ ഹിറ്റായി മാറി. എക്കാലത്തെയും വമ്പൻ ഹിറ്റുകൾ. ഇപ്പോഴും മണിച്ചിത്രത്താഴും കിലുക്കവും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നോക്കിയിരുന്നു പോകും. അതിന് ആ ചിത്രങ്ങളിലേക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മറുവശത്ത് ആക്ഷൻ ഹീറോ രംഗങ്ങളിലൂടെ മലയാള സിനിമയുടെ തന്നെ സൂപ്പർ താരമായി മാറി ലാലേട്ടൻ. 20-ാം നൂറ്റാണ്ട് വിൻസെൻ്റ് ഗോമഫൊക്കെ നിറഞ്ഞാടിയ ചിത്രങ്ങളായിരുന്നു നാടുവാഴികൾ. പക്ഷേ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം 100 കോടി അല്ലെങ്കിൽ കോടികളുടെ കഥയാണ് മലയാള സിനിമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തും 50 കോടി നേടി ആദ്യത്തെ 50 കോടി ചിത്രമായി ദൃശ്യം വരുന്നു. അതിനുശേഷമാണ് ആദ്യത്തെ 100 കോടി പിറക്കുന്നത്. അതും ലാലേട്ടനിലൂടെ മുരുകൻ രൂപത്തിലാണ് 100 കോടി ഉണ്ടാകുന്നത്. അന്നും മലയാള സിനിമ വളരെയധികം സന്തോഷിച്ചു. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള 100 കോടികൾ. ലൂസിഫർ അതിനിടയിൽ 100 കോടിയുമായി വന്നു, 150 കോടിയും കടക്കുന്നു. പിന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്, ആവേശം, ARM, 2018 ആടുജീവിതം, അങ്ങനെ നിരവധി ചിത്രം, മാർക്കോ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പേരുകൾ തെറ്റിപ്പോവാം. അങ്ങനെ നിരവധി ചിത്രങ്ങൾ കോടിയും കടന്ന് അതിവേഗം മുന്നോട്ട് മലയാള സിനിമ കുതിക്കുന്നതാണ് നമ്മൾ കണ്ടത്. മഞ്ഞുമൽ ബോയ്സിലൂടെ 200 കോടിയും കടക്കുന്നു. പിന്നെ അതിനുശേഷമാണ് ഈ കഴിഞ്ഞ കൊല്ലമാണ് ഒരു വൻ കുതിപ്പ് മലയാള സിനിമയിലുണ്ടാകുന്നത്. മലയാള സിനിമയുടെ തന്നെ ചരിത്രം മാറ്റി എഴുതിയ എമ്പുരാൻ എന്ന ചിത്രം 250 കോടി കടന്ന് മുന്നോട്ട് കുതിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം വന്ന തുടരും, അതും 200 കോടിയും കടന്ന് മുന്നോട്ട് കുതിച്ചു. തുടരും എന്ന ചിത്രം ഇതിനിടയിൽ കേരളത്തിൽ ആദ്യമായി 100 കോടി നേടുന്ന ചിത്രമായി മാറി. അതിനുശേഷം വന്ന ലോക, വാഴ എന്നീ ചിത്രങ്ങളും ഈ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 200-ഉം 250-ഉം കോടി നേടിയ മലയാള സിനിമയ്ക്ക് പുതിയ ഊർജവുമായിട്ട് വീണ്ടും എത്തുകയാണ് ലാലേട്ടൻ തന്നെ. ഈ പ്രാവശ്യം എത്തുന്നത് പഴയ ദൃശ്യം 3യുമായി. ദൃശ്യം 3 വന്നപ്പോൾ ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ 100 കോടി പിന്നിടുന്ന ചിത്രമായിട്ട് ദൃശ്യം 3 മാറുന്നു. 150-200 കോടിയിലേക്ക് അതിവേഗം കുതിക്കുന്ന ദൃശ്യത്തെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏതായാലും ദൃശ്യം എവിടെ ചെന്ന് മലയാള സിനിമയെ നിർത്തും എന്ന് നമുക്കറിയില്ല. ഏതായാലും പുതിയ പുതിയ റെക്കോർഡുകളുമൊക്കെ തകർത്തുകൊണ്ട് ലാലേട്ടൻ മുന്നേറും എന്ന് നമുക്കുറപ്പുണ്ട്. പഴയ ലാലേട്ടൻ, നമ്മൾ പറഞ്ഞിട്ടില്ലേ, ആ 80 കാലത്തിലൊക്കെ കണ്ട ലാലേട്ടൻ ഇപ്പോഴും ഉണർവോടെ മലയാള സിനിമയിലെ രാജാവായിട്ട് ഉയർന്നു നിൽക്കുന്നു. അതാണ് എൽ ബ്രാൻഡിൻ്റെ ശക്തി, ലാലേട്ടൻ പവർ എന്ന് പറയുന്നത്. മലയാള സിനിമയിൽ പലരും 100 കോടി ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, ഉള്ളവർക്കൊക്കെ വലിയ പാടുപെട്ടാണ് അത് നിലനിർത്തുന്നത്. ആ സ്ഥാനത്ത് ലാലേട്ടൻ വന്ന് തുടർച്ചയായിട്ട് 100 കോടികൾ, 200 കോടികൾ ഒക്കെ കടക്കുന്നു ലാലേട്ടൻ സിനിമകൾ. 5 100 കോടി ചിത്രങ്ങളാണ് ലാലേട്ടൻ്റെതായി മലയാള സിനിമയിലുള്ളത്. പുലിമുരുകൻ, ലൂസിഫർ, തുടരും, എമ്പുരാൻ, ഇപ്പം ദേ ദൃശ്യം 3യും. 200-ഉം 250-ഉം കോടി കടന്ന ലാലേട്ടൻ ചിത്രങ്ങളുണ്ട്. മറ്റു നടന്മാർക്ക് അപൂർവമായ സംഗതിയാണ്. പലർക്കും ഒരിക്കലും സ്വപ്നത്തിൽ പോലും നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് ലാലേട്ടൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിൽ കിരീടം വയ്ക്കാത്ത രാജാവ്, അല്ലെങ്കിൽ എതിരാളികളില്ലാത്ത രാജാവായിട്ട് ലാലേട്ടൻ ഇങ്ങനെ വിലസുകയാണ്. സിനിമയുള്ളിടത്തോളം മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം. പഴയ തലമുറയും ഇപ്പോഴത്തെ തലമുറയും ഒക്കെ ലാലേട്ട എന്ന് പേര് ചൊല്ലി വിളിക്കുമ്പോൾ ആ ചരിഞ്ഞ തോളിലെ ചെറു പുഞ്ചിരി ഉണ്ടല്ലോ,
അതാണ് മലയാള സിനിമയുടെ സൗഭാഗ്യം. അത് എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.